ചേച്ചേ ആരാ? ആ ജോമോൻ പറഞ്ഞിട്ട് വന്നതാ ഞാൻ. അവൻ പറഞ്ഞിണ്ടായിരുന്നു. അവൻ ഇപ്പൊ തന്നെ വിളിച്ചുള്ളൂ. എവിടെന്നാ വരണേ? വീട് എവിടെയാന്ന്? ചേച്ചിക്ക് അറിയോന്നറിയില്ല. മുള്ളുവേലിപ്പാറ എന്ന സ്ഥലത്തിന്റെ പേര്. മുള്ളുവേലിപ്പാറയാ? ഇത് മുള്ളുവേലി ആവോ? എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം. മുമ്പ് എവിടെയൊക്കെ നിന്നുണ്ട്? ചേച്ചി ഞങ്ങളെ പാരമ്പര്യമായിട്ട് വക്കീലന്മാരുടെ ഡോക്ടർമാരുടെ വീട്ടിലൊക്കെ നിന്നിരുന്നേ. സത്യസന്ധതയ്ക്കൊക്കെ പേര് കേട്ട തറവാട്ടിലെ. അതെയാ? മാത്രല്ല ചേച്ചി, ഞങ്ങക്ക് വിശ്വസ്തതയ്ക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ മെഡൽ കിട്ടി. എന്റെ അമ്മേ, ഇതുപോലത്തെ ഒരു ജോലിക്കാരി ഇതുവരെ വന്നിട്ടില്ലല്ലോ. എല്ലാ വീട്ടുകാരും ഞങ്ങളോട് ഇത് തന്നെ പറയാറ് ചേച്ചി. അന്നൊരു കാര്യം ചെയ്യുമ്പോള് ആ കാറൊന്ന് തുടച്ചിട്ടാ. വന്നപ്പോഴേക്ക് പണി തന്നില്ല. കാശ് എടുക്കണ്ടില്ല. ആരെങ്കിലും കാണണ്ട. 500 നോട്ടൊന്നും. നീ നല്ല സത്യസന്ധതയൊക്കെയുള്ള കുടുംബത്തിലാണല്ലേ? അത് നിന്നെ കണ്ടാൽ തന്നെ അറിയാം. മോൾക്ക് ഇവിടത്തോളം വരെ വണ്ടിക്കൂലി എത്രയായിന്നാ പറഞ്ഞേ? ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു 80 രൂപയാവും. അതെ, ഓ ശരി ശരി, 80 രൂപയാവും അല്ലേ? എന്നാ മോനൊരു കാര്യം ചെയ്തോ, ഒരു 100 രൂപ നീ അങ്ങോട്ട് പിടിച്ചോ. എന്തിനാ ചേച്ചി 100 രൂപ? തിരിച്ചു പോവാൻ മോക്ക് വണ്ടിക്കൂലി വേണ്ടേ? 80 രൂപ. പിന്നെ ബാക്കിയുള്ള ഒരു 20 ഉണ്ടല്ലോ, അതിന് മോള് ചായയും കുടിച്ചു. മോള് 500 രൂപ ഇങ്ങടന്നേ. ഏത് 500? എന്റെ ആകെ ഒരു 500 രൂപ ഉള്ളൂ. അത് എന്റെ 500 രൂപ. 500 രൂപ ഞാൻ ഇട്ടത് അവിടെ. നീ വലിയ സത്യസന്ധതയും വിശ്വസ്തതയൊക്കെയുള്ള തറവാട്ടിൽ ജനിച്ചതാണ്, പഞ്ചായത്തിൽ നിന്ന് അംഗീകാരമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ? അതൊന്ന് ശരിയാവണോന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇട്ട് നോക്കിയതാ. ഇത് എന്റെ ഒരു പ്രിലിമിനറി ടെസ്റ്റ് ആയിരുന്നു മോളെ. ഈ നാട്ടിലുള്ള ആളുകളൊക്കെ പറയണായിട്ടുണ്ട്, വേലക്കാരത്തികൾ വന്നു, ഹോം നേഴ്സ് വന്നു, തല വെട്ടി, സ്വർണ്ണം എടുത്തുകൊണ്ടുപോയി, പറ്റതും കൊണ്ടുപോയി, അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഇതുപോലെ ഒരു ടെസ്റ്റ് ചെയ്താ പോരെ കുറ്റങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്? ഒരു കാര്യം ചെയ്തേ, സമയം കളയാണ്ട് ബാഗ് എടുത്തോണ്ട് വിട് വിട് വിട്. ശരിയെന്നാ തിരിച്ചു കൊടുക്കല ആദ്യമായിട്ട് ചേച്ചി. ഇവിടെയും പണി പാളി. പഞ്ചായത്തോനെ എന്താത്തൂനെ? പിള്ളേരുടെ സ്കൂളിൽ മീറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് പോണം, റെഡിയാവാൻ പോവാ ഞാൻ. ഇന്നലത്തെ ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു? ചെടിച്ചട്ടി എന്താ ഇവിടെ എടുത്ത് വെച്ചാണ്? ഇതൊന്ന് നീക്കി എടുത്ത് വെക്കണേ. ചൂലൂടെ ഇരിക്കണ്ടല്ലോ. എന്തിട്ടേ കാണിക്കണേ? എനിക്കറിഞ്ഞൂടാ. വേറെയും 2 വീട്ടിൽ പോവാൻ ചൂട് ഇപ്പഴേ ഇരിക്കട്ടെ തൽക്കാലം. നന്ദിനിയച്ചേ, എന്താ വിളിച്ചേ? എന്തേ? ആ വെട്ടത്തി ഒന്ന് ഇങ്ങോട്ട് തന്നെ. എന്തിനു വെട്ടത്തി? ഒന്ന് എടുത്തോണ്ട് വാ. വെട്ടത്തി എന്തോ ഒരു കാട. എല്ലാ ദിവസം വരുമ്പോഴും വിചാരിക്കും ഇതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കണം. ഇവിടെ നിന്ന് നിറച്ച് ഇവിടെ ഉണ്ടായിരുന്നോ? ഇതെന്താ സംഭവം? കുറച്ചേരായില്ല തുടങ്ങി. ഇത്ര നേരം വീട്ടിലായിരുന്നു. എന്താണ്ടായേ? സ്ഥാനാർത്ഥി ആവാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ സീറ്റ് കിട്ടിയില്ല. അതി പിന്നെ ഇങ്ങനെയാ. ഞാൻ പോട്ടെ ചേച്ചി, എനിക്ക് വേറെ തിരക്കുണ്ട്. അവിടെ ആ ഉഷയുടെ വീട്ടില് കുറെ പശുക്കളെ മേടിച്ചിട്ട് തൊഴുത്തില് ചാണം വരാതെ കിടക്കാണ്. അതൊന്ന് പോയി ക്ലീൻ ആക്കണം. ജോസഫയുടെ വീട്ടിൽ ഇന്നലെ വലിയ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങൾ നിറച്ച് അടുക്കളയിൽ തന്നെ കിടക്കണം. ആ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തെടുത്ത് വെക്കണം. ലളിതയുടെ വീട്ടിൽ കുറച്ച് കോഴികളെ മേടിച്ചു നിട്ടിട്ടുണ്ട്. അത് കോഴിക്കോട് നിറച്ച് കോഴിക്കാട്ടെ, അതൊന്ന് ക്ലീൻ ആക്കണം. ഇതൊന്ന് നോക്കി കീറിയിരിക്കണണ്ട. ഒരു ഡ്രസ്സ് മേടിക്കാൻ പോയി എനിക്ക് നേരം കിട്ടാറില്ല. അവിടുത്തെ ഇവിടുത്തെ പണിയെടുത്തിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പണിയെടുത്തുകൊണ്ട് നടന്നാലേ ഒരു വോട്ട് വരുന്ന സമയത്ത് നമുക്കൊന്ന് സ്ഥാനാർത്ഥിയാവാൻ പറ്റുക. ഒന്നും വേണ്ട, ഒരു കുടുംബ യൂണിറ്റില് ഒരു ഏതെങ്കിലും സ്ഥാനം കിട്ടണമെങ്കിലും ഇങ്ങനെ തന്നെ പ്രവർത്തിച്ചാലേ കിട്ടുള്ളൂ. നാത്തൂനെ ചോറ് വെച്ചിട്ടുണ്ട്, കറിയൊന്നും കഴിക്കില്ല. ചോറ് വയ്ക്കുക, കറി വയ്ക്കുക, എന്തിട്ടെങ്കിലൊക്കെ ചെയ്യും. ആരെങ്കിലും ചാവയും മരിക്കും എന്തെങ്കിലും ആയിട്ട് എനിക്കിങ്ങനെ പുറത്തിരുന്ന് പണിയെടുക്കാണ്ട് പറ്റില്ല. എന്നാലും എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ പോട്ടേട്ടാ.
എടി നമുക്ക് ഒരു കണക്കിന് ഇത് ലാഭാ. ഞാൻ നേരം വെളുത്ത് എനിക്ക് വരുമ്പോ ഇവിടെ മിറ്റൊക്കെ അടിച്ചെടുക്കുന്നത് ആരാണാവോന്ന് വിചാരിച്ചു. എന്റെ വീട്ടിൽ അതന്നെ. വീട്ടിലിരുന്ന് കറി വെക്കാൻ വേണമെങ്കിൽ അവള് വെക്കട്ടെ, അതിനൊന്നും എന്നെ കിട്ടൂല.